കേരളത്തിലെ ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിച്ചു തുടങ്ങാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് 15 കേരളത്തിലെ സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിലും ബിരുദത്തിന് പഠിക്കുന്നവർക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. ബിരുദാനന്തര ബിരുദ തലത്തിൽ തുടർ പഠനം നടത്തുന്നവർക്കും ഈ സ്കോളർഷിപ്പ് ലഭ്യമാകും. ഈ വർഷത്തെ രജിസ്ട്രേഷനിൽ 1000 പേരെയാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. വിവിധ വിഭാഗങ്ങളിലായാണ് സ്കോളർഷിപ്പ് തിരിച്ചിട്ടുള്ളത്. അതിൽ SC ST 10%, BPL 10%, OBC 27%, ഫിസിക്കലി ചലഞ്ചഡ് 3%, പൊതു വിഭാഗം 50% എന്നിങ്ങനെയാണ്. സ്കോളർഷിപ്പ് തുക ബിരുദ പഠനത്തിനാണെങ്കിൽ 12,000 രൂപ ഒന്നാം വർഷവും, രണ്ടാം വർഷം 18,000 രൂപയും, മൂന്നാം വർഷം 24,000 രൂപയും, നാലാം വർഷം 40,000 രൂപയാണ്. എന്നാൽ ബിരുദാനന്തര ബിരുദ തലത്തിൽ തുടർ പഠനത്തിന് 40,000 രൂപ ഒന്നാം വർഷം, 60,000 രൂപ രണ്ടാം വർഷം എന്നിങ്ങനെയാണ്. +2 ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ യോഗ്യത കണക്കാക്കുന്നത്. അതിൽ SC ST വിഭാഗക്കാർ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായിരിക്കണം. അതുപോലെ തന്നെ SC ST വിഭാഗത്തിലെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 55% മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഫിസിക്കലി ചലഞ്ചഡ് വിഭാഗത്തിന് എല്ലാ വിഷയങ്ങൾക്കും 45% മാർക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ BPL OBC വിഭാഗക്കാർക്കൊക്കെ സയൻസിന് 60% മാർക്കും, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിന് 55% മാർക്കും, ബിസിനസ് സ്റ്റഡീസിന് 65 തന്നെ ഉണ്ടായിരിക്കണം. മറ്റ് വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർ സയൻസ്, ബിസിനസ് സ്റ്റഡീസ് എന്നിവർക്ക് 75%, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിന് 60% മാർക്കുള്ളവർ മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൂടാതെ പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ അങ്ങനെയുള്ളവരും അതുപോലെ ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ അങ്ങനെയുള്ളവർക്കൊന്നും ഈ സ്കോളർഷിപ്പിന് യോഗ്യരല്ല. അതുകൂടാതെ ഫിസിക്കൽ 40% അതിന് മുകളിലോ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ടല്ലോ, അവർക്ക് സ്കോളർഷിപ്പ് തുകയുടെ 25% കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇത്തവണ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്കും ഇതേപോലെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്കോളർഷിപ്പ് നൽകുകയുള്ളൂ എന്നും വിദ്യാഭ്യാസ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഫീസ് ആനുകൂല്യവും മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പും സ്റ്റൈഫൻറ്റും ഒക്കെ കൈപ്പറ്റുന്ന വിദ്യാർത്ഥികളുണ്ടാവുമല്ലോ, അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ലംസം ഗ്രാൻഡൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു നിബന്ധനയൊന്നും ബാധകമല്ല. അവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ടും മറ്റ് രേഖകളെല്ലാം കൂടി ഇത് ബൈ പോസ്റ്റായിട്ടും അയച്ചു കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടുതൽ അത് മാർച്ച് 25 മുമ്പ് അത് ചെയ്യണം. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതൊരു ഉയർന്ന സ്കോളർഷിപ്പ് തുക ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിരുദ വിദ്യാർത്ഥികളൊന്നും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ഓൺലൈൻ ആപ്ലിക്കേഷൻ അയയ്ക്കുക, മറന്നു പോകണ്ട. മാർച്ച് 15 അവസാന തീയതി.